Hi everyone, this is Abin from Abika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസാണ് iOS 17.4.1 ഒരു റിലീസ് ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടാതെ ആരും അറിയാതെ ഒരു റിലീസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മാക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വിൻഡോസിൽ ഐട്യൂൺസ് ഉപയോഗിച്ച് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഫുൾ ഫ്ലെഡ്ജ് OS അവരുടെ ബഗ് റിസോൾവിന് വേണ്ടിയാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഈ പറഞ്ഞ WWDC24 കറക്റ്റ് ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ WWDC24 ആ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ദിവസം 26-ാം തീയതി തന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഈ ഒരു WWDC24 അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ജൂൺ 10-ാം തീയതിയാണ് ഈ പറയുന്ന WWDC24 നടക്കുന്നത്. നമ്മുടെ പുതിയ iOS 18, WatchOS 11, macOS, iPadOS, tvOS, HomePodOS, visionOS എന്നീ പറഞ്ഞ എല്ലാ OSകളും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഈ പറഞ്ഞ ഐപാഡിൻ്റെ പുതിയത്, ഐപാഡും ഐപാഡ് പ്രോയിന് പുതിയത് വരും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഒരു ഐപാഡ് പിന്നെയും ഡിലേ ആയിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കുറച്ചധികം മാറ്റങ്ങൾക്ക് വേണ്ടി ആപ്പിൾ ഇപ്പോൾ ഡിലേ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഐപാഡ് ചിലപ്പോൾ നമുക്ക് മെയ്യിൽ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ WWDC 2024 സോഫ്റ്റ്വെയർ മാത്രമല്ല, ചില സമയത്ത് ഒരു ഹാർഡ്വെയർ വരാറുണ്ട്. ലാസ്റ്റ് ഇയർ വിഷൻ പ്രോ കൊണ്ടുവന്നു. അതേപോലെ ചില സമയത്ത് ഈ പറയുന്ന ഈ ഒരു ഇവൻറ്റിൽ ഹാർഡ്വെയർ കൊണ്ടുവരും. സോ ഹാർഡ്വെയർ ഈ ഒരു ഇവൻറ്റിലും കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ മെയ്യിൽ വരും, അല്ലെങ്കിൽ ജൂൺ 10 ഈ പറഞ്ഞ ഇവൻറ്റിനായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ iOS 17.4 റിലീസ് ആകുമ്പോഴത്തേക്കും iPhone 12 സീരീസിൽ QY2 എന്ന് പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ ഈ ചാർജേഴ്സിന്, അതായത് വയർലെസ് ചാർജേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ചാർജിങ്, ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് കൊണ്ടുവന്നുണ്ട് iPhone 12-ന്. സോ iPhone 12 ഉള്ള ഈ കൂട്ടുകാർക്കും ഈ പറഞ്ഞ വയർലെസ് ചാർജിങ് ഇനി കുറച്ചും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ പുതിയ കാണാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളെ തേടിത്തുള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നെ പോലെയും കുറേയധികം ടെക്നോളജി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ലീക്സ് എവിടെ നിന്ന് കിട്ടുന്ന അറിയാമോ? കുറേയധികം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ കുറേ ആൾക്കാർ ലീക്ക് ചെയ്യും. അതായത് ഡിസ്പ്ലേ, പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ബോഡി കമ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെസസറി ആയുള്ള കോമ്പോണൻസ് ഒക്കെ നമ്മുടെ ആപ്പിളിന് കൊടുക്കുന്ന കുറേയധികം എന്താ പറയുക മാനേജ്മെൻറ്റ് കുറേ ട്രാൻസ്പോർട്ട് ചെയ്തായിരിക്കും ഈ സാധനങ്ങൾക്ക് ഇവിടെ എത്തുന്നത്. അതായത് കൂപ്പട്ടിനുള്ളിൽ ബാക്കി വരുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി വരുന്നത്, ഇതെല്ലാം കുറേ സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. ഈ ഒരു കാര്യം വരുമ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കുറേ നെറ്റ്വർക്കിൽ നിന്ന് ഈ പറഞ്ഞ പല കാര്യങ്ങളും ലീക്കാവും. പക്ഷേ ആപ്പിളിന് അത് തടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതലും ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഐഫോൺ ഇറങ്ങുമ്പോഴും ഐപാഡ് ഇറങ്ങുമ്പോഴും നമ്മുടെ ഈ വിഷൻ പ്രോ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ലീക്കായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ലാരിറ്റി ഇല്ലെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തൊട്ടും തലൂടെയൊക്കെ കുറേയധികം ലീക്ക് കിട്ടുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള ലീക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആപ്പിളിലെ എംപ്ലോയീസ് ചില സമയത്ത് ഇത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ചെയ്യുന്നത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെറിയ കാര്യത്തിൽ ലീക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇത് ആപ്പിളിലെ ലോന് എഗെയിൻസ്റ്റാണ്. ആപ്പിളിന് മാത്രമല്ല, എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിനും അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിനും ഇങ്ങനെ അവരുടെ എംപ്ലോയീസ് ആ ഒരു ലോ എന്താ പറയുക തെറ്റിക്കാൻ പാടില്ല. സോ അങ്ങനെ തെറ്റിച്ച ഒരു എംപ്ലോയിനെ ആപ്പിൾ കണ്ടുപിടിച്ച് ഇപ്പോൾ സ്യൂ ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ വിഷൻ പ്രോയും അതേപോലെ തന്നെ ആൾക്കാർ മറന്നുപോയ ഒരു ആപ്പാണ് ഫ്രീ ഫോം എന്ന് പറയുന്നത്. നമുക്ക് വരക്കാൻ പറ്റിയത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു ആപ്പായിരുന്നു. ആ ഒരു ആപ്പും നമ്മുടെ മെഡിക്കേഷൻ്റെയും അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ബാക്കി കുറേ കാര്യങ്ങളും ആപ്പിളിൽ വരുന്നുണ്ടെന്നും അതേപോലെ ഒരു 5 കൊല്ലത്തേക്കുള്ള ആ ഒരു പ്ലാൻ ഫുള്ള് ലീക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ ആപ്പിൽ പിടിച്ചിട്ടുണ്ട്, അവൻ സ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേയധികം ഇൻ്റർവ്യൂസും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ടാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അയാളെ അവസാനം കൺഫേസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലും കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇങ്ങനെ ആപ്പിളിലെ എംപ്ലോയീസ് തന്നെ കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ ചെയ്തപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതൊരിക്കലും നല്ല കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വെക്കുമ്പോൾ അവർ നമ്മൾ തന്നെ കാണിക്കുന്ന ചതിയാണ്. സോ അങ്ങനത്തെ കാണിക്കുന്ന കുറച്ച് തെണ്ടിത്തരമൊക്കെ വന്നിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
കുറച്ച് ശോകമായിട്ടാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഇപ്പോൾ ആപ്പിളിൻ്റെ തലയിലുണ്ട്. ആപ്പിളിന് മാത്രമല്ല, കുറേയധികം കമ്പനികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ DOJ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ആപ്പിളിനെ സ്യൂ ചെയ്തപ്പോൾ എല്ലാവരും തലയിലേക്ക് വെച്ചു. ഇത് ആപ്പിളിനെ മാത്രമല്ല, മെറ്റനെ സ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗൂഗിളിലെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ സ്യൂ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ US കമ്പനികൾ തന്നെ ഫോക്കസ് ചെയ്യുന്നത് അത് അവരുടെ നാട്ടിലായതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ ഫോൾട്ടോ മിസ്റ്റേക്സ് വന്നെങ്കിൽ ഈ DOJ അവർ സ്യൂ ചെയ്യും. ആപ്പിളിനെ ചെയ്തപ്പോൾ അവർ വലുതായിട്ട് കുട്ടിഘോഷിച്ച് അവരുടെ മോണോപോളി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു മാത്രം. ആപ്പിൾ വാച്ച് മാത്രമല്ല, ഞാൻ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡിലും അതേപോലെ ക്ലോസ്ഡ് എക്കോണമീസ് ഉണ്ട്, സാംസങ് ആയിക്കോട്ടെ, പല കമ്പനി. കാരണം അങ്ങനെ വെച്ചാലാണ് അവർക്കൊരു സ്പെഷ്യാലിറ്റി കിട്ടുള്ളൂ. അതേപോലെ ആ ഒരു എക്കോണമിയിൽ നിൽക്കുമ്പോഴാണ് ഇവർക്ക് കച്ചറുണ്ടാവുള്ളൂ. അവരൊരിക്കലും നമ്മുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാം അവർ വിട്ടിരുന്ന് തരില്ല. കുറേയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആപ്പിൾ ആയാലും ആൻഡ്രോയിഡ് ആയാലും. സോ അതൊരു വലിയൊരു ഡിബേറ്റിൻ്റെ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഡിബേറ്റിൻ്റെ ടോപ്പിക്കാണ്, ഞാൻ പറയുന്നില്ല. എന്നാലും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആപ്പിളിൻ്റെ തലയുടെ പൊക്കത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ 2024 WWDC24 എത്ര പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് അറിയാം? കുറച്ച് സെലക്റ്റഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ കിട്ടും. അതേപോലെ ആപ്പിൾ എടുക്കുന്ന അല്ലെങ്കിൽ ആപ്പിൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന കുറച്ച് മീഡിയാസിന് ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ കിട്ടും. പിന്നീട് വരുന്നത് സ്വിഫ്റ്റ് സ്റ്റുഡൻറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോഡിങ് ചെയ്യുന്ന പിള്ളേരുടെ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൈറ്റ് ഉണ്ട്. ഇതിൽ ആപ്പിളിന് വേണ്ടി പുതിയതായിട്ട് ചെയ്തു കൊടുക്കുന്ന പുതിയ ന്യൂ ഡെവലപ്പേഴ്സിനൊക്കെ ആപ്പിളിനെ പിക്ക് ചെയ്യും. ഏകദേശം 50 പേരെ പിക്ക് ചെയ്യും. ഇവർക്ക് കൂപ്പർട്ടിനോയിൽ വന്ന ഈ ഒരു ഇവൻറ്റ് 3 ദിവസത്തെ കംപ്ലീറ്റ് ഇവൻറ്റും അവർക്ക് കാണാനുള്ള ഓപ്ഷൻ ആപ്പിൾ തന്നെ കൊടുക്കുകയും ചെയ്യും. അതേപോലെ 1 കൊല്ലത്തേക്കുള്ള ഡെവലപ്പറിൻ്റെ മെമ്പർഷിപ്പ് ഫ്രീ ആണ്. ആൻഡ് ഒരു എയർപോർട്ട് മാക്സ് ഇവർക്ക് കൊടുക്കും. ഇത് ഡെവലപ്പേഴ്സ് യൂട്യൂബിലേക്ക് നോക്കി മനസ്സിലാവും. ഡെവലപ്പേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഗിവ് അവേയും അതേപോലെ അവർക്ക് എന്താ പറയുക ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആപ്പിളിൻ്റെ ബാഗ്, ആപ്പിളിൻ്റെ മഗ്, ക്യാപ്പ്, ഈ പിന്നെ എയർപോർട്ട്സ് അല്ലെങ്കിൽ എയർപോർട്ട് മാക്സ് എന്തെങ്കിലും ആപ്പിൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് അവർ എൻകറേജ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മളറിയാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ എന്താ പറയുക, ആപ്പിൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നത്. പക്ഷേ സ്റ്റുഡൻസിന് 50 പുതിയ സ്റ്റുഡൻസിന് ഇവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആപ്പിളിലേക്ക് ഇനിയും പുതിയ ആൾക്കാർ വരാൻ വേണ്ടി ഇവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികൾക്കാണെങ്കിലും ഈ നല്ല കോഡിങ് അറിയുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് നാളെ ഇതേപോലെ കൂപ്പർട്ടിനുള്ളിൽ പോകാൻ അവസരം വേണമെങ്കിൽ ഈ പറഞ്ഞ സ്വിഫ്റ്റ് സ്റ്റുഡൻറ്റ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ ഇവർക്ക് ഇതേപോലെ മെമ്പർഷിപ്പും അതേപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും ആൻഡ് US പോയി കാണാനുള്ള ഓപ്ഷനൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരട്ടെ. കാരണം നമ്മുടെ മലയാളികൾ പിള്ളേരും പോകണം, അത് നമുക്ക് സന്തോഷം തന്നെയാണ്. ആപ്പിൾ TV MLS, അതായത് മേജർ ലീഗ് സോക്കർ, നമ്മുടെ ഫുട്ബോളിലെ മെസ്സിയുടെ ഒക്കെ ആ ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഇത് വിഷൻ പ്രോയിലേക്ക് വരുമ്പോൾ, വിഷൻ പ്രോയിൽ ഇട്ട് കാണുമ്പോൾ ആപ്പിൾ TV ഉള്ള കൂട്ടുകാർക്ക് 8K 3D 180 ഡിഗ്രി ആംഗിളിൽ കളി കാണാൻ പറ്റും. അതായത് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീൽഡ് ഉണ്ട്. അതേപോലെ 8K ക്വാളിറ്റിയിൽ 3D കാണാം. അത് ആപ്പിൾ TV വേണം. അതേപോലെ ഇമേഴ്സീവായിട്ട് കാണാൻ നമുക്ക് ആപ്പിൾ വിഷൻ പ്രോ വേണം. ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ എടുക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് അതാണ് വിഷൻ പ്രോ എടുക്കുക. ഈ പറഞ്ഞ 3.5 ലക്ഷം രൂപ കൊടുത്ത എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം, ഈ ഫുട്ബോൾ കാണുന്ന ഫുട്ബോൾ പ്രാന്തന്മാരുണ്ട്, അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ ഇരുന്ന് ഫുട്ബോൾ കളി കാണുകയെന്നല്ലേ, അത് വേറെ ഫീലാണ് മച്ചാ. അത് അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ പോയി കാണുമ്പോൾ എന്തിനാ സ്റ്റേഡിയത്തിൽ പോയി കാണണം, വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന. പക്ഷെ അതൊരു പ്രത്യേക വൈബാണ്. അതേപോലെ വിഷൻ പ്രോയിൽ നിന്ന് കാണുമ്പോൾ ഒരാൾക്കേ കാണാൻ പറ്റുള്ളെങ്കിലും ആ ഒരു ഫീല് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതേപോലെ ആപ്പിൾ പേ ടൊറൻറ്റോയിൽ എല്ലാ സ്റ്റേഷനിലും, അതായത് സബ് സ്റ്റേഷനിലും അതേപോലെ സബ്വേയിലും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ടച്ച് ആൻഡ് പേ അല്ലെങ്കിൽ എക്സ്പ്രസ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഫോൺ നമുക്ക് ഫേസ് ID ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട, അതേപോലെ ടച്ച് ID, പാസ്കോഡ് ഒന്നും ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പ്രസിൻ്റെ ഈ ഒരു സബ്ബിൽ പോയി ജസ്റ്റ് ഒന്ന് വാച്ച് കാണിക്കുകയോ ഫോൺ കാണിച്ചാലോ മതി. ഈ പറഞ്ഞ ഒരു ഒതൻറ്റിക്കേഷനും വേണ്ട, നമുക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷേ അവിടെ എനിക്കുള്ള ഡൗട്ടാണ്, ഇങ്ങനെ ആൾക്കാർ മിസ്യൂസ് ചെയ്യൂലേ? നിങ്ങൾക്കറിയാമോ അത് മിസ്യൂസ് ചെയ്യൂലെന്ന്? നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ടിനകത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 5 മണിക്കൂറത്തോളം ഐഫോണിൻ്റെ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ഔട്ടായി. 5 മണിക്കൂറിനുള്ളിൽ
ഈ പറഞ്ഞ ഡെഡ് ആയിട്ടുള്ള ഐഫോൺ കൊണ്ടുവന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് പാസ് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തായാലും നല്ലൊരു കാര്യം. കാരണം എമർജൻസി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഐഫോൺ ഏറ്റവും വലിയ പ്രശ്നമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു ബാറ്ററി തീർന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ 5 മണിക്കൂറത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ട് നടക്കുന്നു പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് ഐഫോൺ SE 4th ജനറേഷനിൽ OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഈ ഒരു ഡിസ്പ്ലേ തരാൻ പോകുന്നത് BOE എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ് തരാൻ പോകുന്നത്. നമ്മൾ സാംസങ്ങിൻ്റെ അടുത്തും അതേപോലെ LGയുടെ അടുത്തൊന്നും ഈ ഒരു ഡിസ്പ്ലേ ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നില്ല. അതിന് പകരമായിട്ട് BOE എന്ന് പറയുന്ന കമ്പനി, ബെഞ്ചിങ്ങിലുള്ള ചൈനീസ് ബ്രാൻഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ആയിരിക്കും ഐഫോൺ SE 4th ജനറേഷന് ഡിസ്പ്ലേ കൊടുക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേയധികം പുതിയ കാര്യം അറിഞ്ഞു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ കാര്യം അറിയാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് evica.com, എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. പുതിയ പുതിയ വാച്ച് പീസസും വാൾപേപ്പേഴ്സും, അതും നല്ല ക്വാളിറ്റി ഉള്ള വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യില്ല, എന്തായാലും ജോയിൻ ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് തൊട്ട് കൊടുത്തിട്ടുണ്ട്. Go follow me Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evica.